പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിലൊന്നാകുവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവ് ഒന്നാണെങ്കിൽ മക്കളും അതേപോലെ ഒന്നായി മാറണം. സ്വതന്ത്രം ഇരുവരും ഒന്നാണെങ്കിൽ മക്കള് ഒരു വ്യക്തിക്കുള്ളതല്ല, മക്കളെ ഇരു വ്യക്തിക്കുള്ളതാണ്, അതായത് നമുക്കുള്ളത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയൊക്കെ കുടുംബങ്ങളിൽ സംസ്കാരം വളർന്നു വന്നില്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിലും ദുരാത്മാവ് വ്യാപരിക്കും. ദൈവത്തിന്റെ പക്കലുള്ള ആത്മാവ് എവിടെ വന്നു? ശൗലിൽ വന്നു. ദൈവത്തിന്റെ പക്കലുള്ള ആത്മാവ് ശൗലിൽ വന്നപ്പോൾ ദൈവത്തിലുള്ള ആത്മാവ് ദാവീദിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്രൈസ്തവരിൽ വരുന്ന ആത്മാവ് ദൈവത്തിന്റെ പക്കൽ നിന്നാണോ അതോ ദൈവത്തിൽ നിന്നാണോ? ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവ് ദൈവഭക്തിക്ക് വേണ്ടി മുറുകെ പിടിക്കും. ദൈവത്തിന്റെ പക്കൽ നിന്ന് വരുന്ന ആത്മാവ് ദൈവഭക്തിക്ക് എതിരായി വ്യാപരിക്കും, ദൈവഭക്തിക്ക് എതിരായി മൽപ്പിടിക്കും, ദൈവഭക്തിയെ പഴിക്കും, ദുഷിക്കും, നിന്ദിക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം, ഗ്രഹിച്ചറിയണം. ഇതൊക്കെ ഗ്രഹിച്ചറിയണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടാൻ പഠിച്ച് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഉപദേശം ഉൾക്കൊള്ളാൻ മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം അല്പച്ച് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. സ്തോത്രം. അല്പം ഗ്രഹിക്കുമ്പോൾ അല്പത്തിൽ വിശ്വസ്തരാണോ? അല്പത്തിൽ വിശ്വസ്തരാണെങ്കിൽ അധികത്തിൽ അധികത്തിൽ കർത്താവ് നമ്മെ വിചാരകനാക്കി മാറ്റും. അതിനുവേണ്ടി ഒരുക്കുന്ന അവസരം എത്ര ഭയങ്കരമായ അവസരമെന്ന് ഓർക്കുക. ഹല്ലേലൂയ. മക്കളെ ഭയപ്പെടാൻ പഠിപ്പിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. തിരിച്ചു വരാം സദൃശവാക്യത്തിലേക്ക്. മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും നിന്റെ ഹൃദയം പരിജ്ഞാന വചനങ്ങളെ മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യണം. ഏത് ബോധത്തിന്? സ്തോത്രം. ദൈവികമായ ബോധത്തിന്. വീണ്ടും ഒന്നുകൂടെ എടുത്തു പറയാം, പാപബോധത്തിന് ഹൃദയം ചായണം. പാപത്തെ കുറിച്ചുള്ള ബോധത്തിന്റെ ഹൃദയം ചാഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല. പാപബോധത്തിന് വേണ്ടി മനുഷ്യന്റെ ഹൃദയം ചായണം. പ്രൈസ് ദി ലോർഡ്. പാപബോധത്തിന് വേണ്ടി മനുഷ്യ ഹൃദയം ചായണം. അതിനുവേണ്ടി ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണമേ, 4:10 വായിച്ച് ഓർക്കണമേ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നില്ല, ഇരിക്കുക. എവിടെ ഇരിക്കുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്താണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലമാണ്. എങ്ങനെ അറിയാം? ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശനം ഉള്ളിടത്താണ് ദൈവ സാന്നിധ്യം ഉള്ളത്. ദൈവവചനത്തിന്റെ പ്രകാശനം ഉള്ളിടത്താണ് ദൈവ സാന്നിധ്യം ഉള്ളത്. അതുകൊണ്ട് ഉറങ്ങുമ്പോഴും നമ്മിൽ ദൈവ സാന്നിധ്യം വേണമോ? ദൈവവചനത്തിന് ധ്യാനം ഉണ്ടായിരിക്കണം. ദൈവവചനത്തിന് ധ്യാനം ഇല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ല അവിടെ. പിന്നെ ആരുടെ സാന്നിധ്യം ഉണ്ട്? ലോകത്തിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പക്കലുള്ള ആത്മാവിന്റെ സാന്നിധ്യമാണ് ശേഷിക്കുന്നത്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. ദൈവവചന പ്രകാശനം എപ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ കൂട്ടായ്മയിലുണ്ടോ, അപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സമയം, ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത സമയം, ഈ രണ്ട് സമയങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിച്ചറിയേണ്ട അവസരം കൂടിയാണ് ഇന്നേ ദിവസത്തെ അവസരം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്? ഇന്ന് മാത്രമല്ല, ഇതുപോലെ കൂട്ടായ്മ ബന്ധത്തിൽ ദൈവവചനത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ആയിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കണം എന്നല്ല പറയുന്നത്, അത് മറക്കരുത് എന്നാണ് പറയുന്നത്. മറക്കുന്നവരെ കുറിച്ച് പറയുന്നത് ദൈവത്തെ, ദൈവ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ മറക്കുന്നവരെ ഓർത്തുകൊള്ളീൻ. മുന്നറിയിപ്പാണ്, ഓർത്തുകൊള്ളീൻ. പ്രവാചകൻ പറയുന്നവർ ഓർമ്മപ്പെടുത്തണം. അപ്പോസ്തലന്മാർ പറയുന്നു, ഓർമ്മപ്പെടുത്തണം.
ജനത്തോട് പറയുന്നു, ഓർത്തുകൊള്ളുവീൻ, ഓർത്തുകൊള്ളുവീൻ, ഇല്ലെങ്കിൽ 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 ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? കീറിക്കളയും, കീറിക്കളയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ആ പേജ് കീറിക്കളയും. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ, ദൈവവചനത്തിന്റെ നിഴലിൽ നാം ആയിരിക്കുന്ന ദിവസത്തിൽ ഉണ്ടാകുന്ന പ്രകാശനം, ദർശനം, വെളിപ്പാട്, കാഴ്ചപ്പാടുകള് നമ്മൾ മറക്കാനുള്ളതല്ല, അത് ഓർക്കാനുള്ളത്, കുറിച്ചു വയ്ക്കാനുള്ളത്, എഴുതി വയ്ക്കാനുള്ളത്. ആമേൻ, സ്തോത്രം. അത് റെക്കോർഡ് ചെയ്യാനുള്ളതൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ ചെയ്താൽ ഹല്ലേലൂയ വീണ്ടും വീണ്ടും ഓർക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഓർക്കുന്നവർക്കാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കാൻ അനുവാദമുള്ളത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നായ്ക്കും, ആമേൻ, സ്തോത്രം, അല്ലെങ്കിൽ പന്നികൾക്കും ഉള്ളതല്ല യേശു ക്രിസ്തു എന്ന രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെയുള്ളവർ യേശുവിനെ എന്ന് വിളിച്ചിട്ട് തോന്നുന്നവരാണ്. സ്തോത്രം അല്ലേ? ഞാൻ ആരായിരുന്നു അറിയാം. ഞാൻ കൊലപാതകയായിരുന്നു, ഞാൻ മദ്യപാനായിരുന്നു, ഞാൻ ഇന്ന ആൾക്കാരായിരുന്നു. അതൊക്കെ അവർക്കൊന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിക്കണ്ടേ? വേണ്ടെന്നല്ല പറയുന്നത്. അവരാദ്യം നിയമം പഠിക്കണം. അവരാദ്യം നിയമം പഠിച്ച് ദൈവത്തിന്റെ നിയമം ഉള്ളിലാക്കണം, ഹൃദയത്തിൽ എഴുതണം, പിന്നെ വായിൽ ഏറ്റു പറയണം. ഏറ്റു പറയുന്നവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കാൻ റോമലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. അല്ലാത്തവർക്ക് അനുവദിച്ചിട്ടില്ല എന്ന്. പ്രകാശിക്കപ്പെടാത്തവർക്ക് പ്രകാശിക്കപ്പെടാതിരിക്കട്ടെ, പ്രകാശിക്കപ്പെടുന്നവർ ഏറ്റു പറയണം. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോമലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം കൂടെ ചേർത്ത് പറഞ്ഞു വരാം. എന്നാൽ എന്ന് പറയുന്നു, വചനം നമുക്ക് സമീപമായി, നമ്മുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അവ ആരാണ് ഏറ്റു പറയാനുള്ളത്? 8-ാം വാക്യമുള്ള വ്യക്തിയാണ്. അല്ലെ, 8-ാം വാക്യം വരെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം അധ്യായം 10-ാം അധ്യായം 8-ാം വാക്യമുള്ള വാക്യങ്ങള് അങ്ങ് പുറങ്കാലോട് ചവിട്ടി എറിഞ്ഞിട്ട് 9-ാം വാക്യം ഏറ്റു പറയുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല. ആ ദൈവത്തിന്റെ ആത്മാവിലല്ല, ആ ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്ന ആത്മാവിലാണ് ഏറ്റു പറയുന്നത്. സ്തോത്രം, സ്തോത്രം. നമ്മളിൽ ഓരോരുത്തരും, ഞാനടക്കമാണ്, നമ്മളിൽ ഓരോരുത്തരും യേശു കർത്താവിനെ ഏറ്റു പറഞ്ഞത് ഏത് ലിസ്റ്റിൽ എത്തിയതിനു ശേഷം ഓർത്തോണം. ഏത് ലിസ്റ്റിൽ, ഏത് യോഗ്യതയിൽ എത്തിയതിനു ശേഷം ഏറ്റു പറഞ്ഞു എന്ന് ഓർത്തോളണം. അത് ഓർത്തടുത്ത് അവിടനെ മടങ്ങി വരണം, അവിടനെ മടങ്ങി വരണം, അവിടനെ മനം തിരിയണം, അവിടനെ ശുദ്ധീകരണം പ്രാപിക്കണം, അവിടനെ അബദ്ധങ്ങൾ ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിസ്സാരമൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഞാനങ്ങനെ ചെയ്തു പോയല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റു പറഞ്ഞ് മടങ്ങി വരണം. സ്തോത്രം, സ്തോത്രം. പറ്റിയ അബദ്ധങ്ങൾ, അനുസരണക്കേടുകൾ, അഹങ്കാരങ്ങൾ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ആമേൻ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഓരോ വാക്കുകളും കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. മടങ്ങി വരുന്നവർക്ക് മാത്രമേ യേശു കർത്താവെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് നാം അറിയണം, ലോകത്തെ അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോമിയാസ് നടക്കുന്നവർക്കല്ല യേശു ക്രിസ്തുവിന്റെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കാൻ അനുവാദമുള്ളത്. നിയമപരമായി ഉപദേശം പഠിക്കണം, നിയമപരമായ ഉപദേശം ഉള്ളിലാക്കണം. അതിനുവേണ്ടി മനസ്സ് വേണം, അതിനുവേണ്ടി പ്രതിഷ്ഠ വേണം, അതിനുവേണ്ടി സമർപ്പണം വേണം, അതിനുവേണ്ടി പ്രതിജ്ഞ വേണം, ദർശനം വേണം, കാഴ്ചപ്പാട് വേണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് യേശു എന്ന കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ ബൈബിൾ. സ്തോത്രം. ഒന്ന് വാക്യം, 8-ാം വാക്യം. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നമുക്ക് സമീപമായി, നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഇനി ഇതാരോട് പറയുന്നു? റോമലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ
സഹോദരന്മാരെ സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ സഹോദരിമാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ അപ്പോൾ സംസാരിക്കും. ആരാണ് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനുള്ളത്? സ്തോത്രം, സ്തോത്രം. ഇതെല്ലാം നമ്മൾ ഗ്രഹിച്ചറിയണം. അതിനു വേണ്ടിയാണ് ഓരോ ദിവസവും നീട്ടി തരുന്നത്. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ശേഷിക്കുന്നവർക്കും ഓരോ നാളുകളും ദൈവ ഭൂമിയിൽ നീക്കുപോക്ക് തന്ന് ആമേസ്തോത്രം നീട്ടി തരുന്നത് ഇതൊക്കെ ഗ്രഹിച്ചറിയാൻ വേണ്ടിയാ, ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാ. തോന്നിയവാസം ചിന്തിച്ച് തോന്നിയവാസം നടന്നിട്ട് യേശുവിനെ കർത്താവെന്ന് വിളിച്ചു പറയാൻ വേണ്ടി അല്ല. സ്തോത്രം. അനേകർ പറയുന്നത് അത് ഇതൊക്കെ ജാതികൾക്കുള്ളതല്ല, ഇതൊക്കെ യഹൂദനുള്ളതാണ് പ്രമാണം എന്നാണ്. എങ്കിൽ യേശു ക്രിസ്തു യഹൂദനുള്ളതാണ്, നമുക്കുള്ളതല്ല. പ്രമാണം യഹൂദനുള്ളതാണെങ്കിൽ ക്രിസ്തു യഹൂദനുള്ളത് നമുക്കുള്ളതല്ല. ക്രിസ്തു ജാതികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമാണം തിരിഞ്ഞിട്ടുണ്ട്. കാരണം ജാതികളായാലും ഈ പ്രമാണമാണ് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മെ എത്തിക്കേണ്ടത്. അല്ല ആർക്ക് യേശു കർത്താവിന്റെ അടുക്കൽ എത്താൻ കഴിയില്ല. സ്തോത്രം, സ്തോത്രം. വായിക്കാം. സഹോദരന്മാരെ ദൈവത്തിന്റെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. പ്രൈസലോ. അതൊരു വേർപാടാണ് കേട്ടോ, അത് മുദ്രയിടലാണ്. എല്ലാവരോടും സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. ദൈവത്തിന് ന്യായപ്രമാണം അറിയുന്നവരോട്, അറിയാൻ താല്പര്യമുള്ളവരോട് അല്ലാതെ എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. സ്തോത്രം. അവർക്ക് ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കാൻ പറ്റൂ. ന്യായപ്രമാണം അറിയാത്തവർക്ക് ദൈവത്തെ ഭയപ്പെടാൻ ആർക്കും കഴിയില്ല, പഠിക്കാൻ പറ്റില്ല. ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കാത്തവർക്ക് യേശു ക്രിസ്തുവിനെ ദൈവം കൊടുത്തിട്ടുണ്ടോ സ്വീകരിക്കാൻ? കൊടുത്തിട്ടില്ല. സ്തോത്രം. യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ അവിടെ ക്രിസ്തുവാണ്. യഹോവയെ ഭയപ്പെട്ട് ക്രിസ്തുവിന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കണമെങ്കിൽ യഹോവയെ ഭയപ്പെടണം. യഹോവയെ ഭയപ്പെടണമെങ്കിൽ യഹോവയുടെ നിയമങ്ങളെ പഠിക്കണം. നിയമം പഠിച്ചാലേ ഭയം വരൂ. നിയമം പഠിക്കാത്തവർക്ക് എന്ത് ഭയം, എന്ത് ഭയം? കുടുംബജീവിതത്തിൽ നിയമമുണ്ട്, കുടുംബജീവിതത്തിൽ നിയമം പഠിക്കാത്തവർക്ക് എന്ത് ഭയം? സ്തോത്രം. ഭാര്യയ്ക്കാവട്ടെ ഭർത്താവിനാവട്ടെ നിയമം പഠിക്കാത്ത കുടുംബജീവിതത്തിൽ എന്ത് ഭയം? ആർക്ക് ഭയം? ആർക്ക് ഭയമൊന്നുമില്ല. എന്താ ഭയം? സ്തോത്രം. ഭയത്തിന് ഒരു അഹങ്കാരം മാത്രമേ ഉള്ളൂ. നിയമം പഠിച്ചാൽ അവിടെ ഭയം വരും. സ്തോത്രം. സ്ത്രീയുടെ ആഗ്രഹം പുരുഷന്റെ മേലാകും, പുരുഷൻ നിന്നെ ഭരിക്കും. നിയമമാണ്, നിയമം. ദൈവത്തിന്റെ നിയമം. ഈ നിയമം ലംഘിച്ചുകൊണ്ട് ഏത് കുടുംബവും സ്വർഗീയ കുടുംബം അല്ല. ഈ നിയമത്തെ ലംഘിക്കുന്ന ഒരു കുടുംബവും സ്വർഗീയ കുടുംബമല്ല. ഇനി സ്വർഗീയ കുടുംബമാകണമോ ഈ നിയമത്തിലേക്ക് തിരിച്ചു വരണം. ഈ നിയമത്തിലേക്ക് വരാത്ത ഒരു കുടുംബത്തെയും യേശു സ്വീകരിക്കുന്നില്ല, യേശു അംഗീകരിക്കുന്നില്ല. സ്തോത്രം. എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു ദോഷം വരാൻ പോകുന്നില്ല കേട്ടോ. ചിന്തിക്കാതിരുന്നാലും ദോഷം വരും, ചിന്തിച്ചാൽ ഒരു ദോഷം വരില്ല. കാരണം എന്താ പറയാ, നാം അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള കുടുംബത്തിൽ ദോഷം വരും ഇല്ല. നമ്മുടെ ജീവിതത്തിലുള്ള കുടുംബത്തിലുള്ള ദോഷം തീർന്നു തുടങ്ങും, അഴിഞ്ഞു തുടങ്ങും, ഉന്മൂലനാശമായി തുടങ്ങും. എന്താ തുടങ്ങും? ദോഷം ഉന്മൂലമായി നശിക്കാൻ തുടങ്ങും. നിയമരഹിതമായ കുടുംബജീവിതമാണ് ദോഷത്തെ വിളിച്ചു വരുത്തുന്നത്. സ്തോത്രം. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് വരും കേട്ടോ. ദൈവത്തിന്റെ പക്കൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന്. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരിൽ ദൈവത്തിൽ നിന്ന് ആത്മാവ് വരും. ആത്മാവ് ഒന്ന് അന്യഭാഷയിൽ എല്ലാവരും നിറയണം. സ്തോത്രം, സ്തോത്രം. ആത്മാവ് ഒന്ന് അന്യഭാഷയിൽ നിറയണം, അന്യഭാഷയിൽ നിറയണം, ആത്മനിയോഗത്തിൽ നിറയണം, അന്യഭാഷയിൽ നിറയണം, ആത്മനിയോഗത്തിൽ നിറയണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനനുസരിച്ച് തക്കണം ദൈവ കൃപയ്ക്ക് യോഗ്യരായി മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളാലും
സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കത്തക്കവണ്ണം ജീവന്റെ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. ആത്മ നിറവുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ നിറയട്ടെ എന്ന് പറഞ്ഞ് നിറയില്ല. എന്തോ നിറയെ ഇവിടെ എന്തെങ്കിലും വന്നാലേ നിറയുള്ളൂ, വരുന്നതല്ലേ നിറയുള്ളൂ. വ്യാജാത്മാവാണ് വരുന്നെങ്കിൽ അതല്ലേ നിറയുള്ളൂ. വ്യാജാത്മാവ് തിരിച്ചറിവിന്റെ ആത്മാവല്ല, വ്യാജാത്മാവ് തിരിച്ചറിവില്ലാത്ത ആത്മാവാണ്. ദൈവാത്മാവ് തിരിച്ചറിവിന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെ, ദൈവത്തിന്റെ ന്യായപ്രമാണം അറിയുന്നവരോടല്ല. നമ്മളെ അറിഞ്ഞോ? ഇല്ല. എന്തറിഞ്ഞു? ഒരല്പം കേട്ടിട്ടേ ഉള്ളൂ, ഒരു കേൾവി എന്ന ബോധം ഉണ്ടാവണം. അതോടുള്ള ബന്ധത്തിൽ അറിയാൻ വേണ്ടി ആർത്തി ഉണ്ടാവണം, അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഉണ്ടാകണം, അറിയാൻ വേണ്ടിയുള്ള ബലാത്കാരം ഉണ്ടാകണം. ബലാത്കാരമുണ്ടോ? രാത്രിയുടെ യാമങ്ങളിൽ, സ്വപ്ന ദർശനങ്ങളിൽ ആമേശ്വരത്തിന്റെ പ്രകാശനം വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. തിരുവചനം വായിക്കുമ്പോഴൊക്കെ അതിന്റെ അർത്ഥങ്ങൾ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ന്യായം പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവരവരുടെ ഉള്ളിൽ ആയിക്കൊണ്ടിരിക്കും. മാത്രമല്ല അവരവരുടെ ഹൃദയത്തിൽ എഴുതിക്കൊണ്ടിരിക്കും. മാത്രമല്ല പിന്നെ അത് അതിനകത്ത് വെളിപ്പെട്ട് വന്നു തുടങ്ങും. പിന്നെ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, നടക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ അവയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിപ്പാൻ പ്രമാണം അനുവദിക്കുന്നുള്ളൂ, ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാത്ത നമ്മെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റു പറഞ്ഞതിന്റെ പുറകുള്ള അകൃത്യം, പാപം, അധർമ്മം, അറിവില്ലായ്മ, അനുസരണക്കേട്, ദുരൂഹത, ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നെല്ലാം നമ്മൾ ഈ നാളുകൾ മോചനം പ്രാപിപ്പാൻ തക്കവണ്ണം നാം വേർതിരിക്കപ്പെട്ടില്ലെങ്കിൽ ബന്ധനങ്ങളിൽ നമുക്ക് വിടുവിക്കപ്പെടാൻ കഴിയില്ല. ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയില്ല. അന്യായ ബന്ധങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയില്ല. പാതാളത്തുള്ള ഉടമ്പടി ദുർബലപ്പെടില്ല. മരണത്തുള്ള സഖ്യത ദുർബലപ്പെടില്ല. മരണത്തുള്ള സഖ്യതയും പാതാളത്തുള്ള ഉടമ്പടിയും ദുർബലപ്പെടണമോ? സത്യം തിരിച്ചറിയണം. സത്യം തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിയുന്ന സത്യം നിമിത്തം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ആ സത്യത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാ, വെളിപ്പെടുത്താൻ വേണ്ടിയാ, ആമേൻ, നമ്മെ അറിയിക്കാൻ വേണ്ടിയാ ദൈവത്തിന്റെ ആത്മാവ് അവൻ സകല അന്തരീക്ഷങ്ങളെയും റദ്ദിയിലുണ്ട്. ദൈവത്തിന്റെ ആത്മാ സാന്നിധ്യത്താൽ നമ്മെ നിറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാ ദൈവത്തിന്റെ ആമേൻ മറ്റു ദൂത സംഘത്തെ സേവകാത്മാവായി നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത്. നമ്മുടെ സേവകന്മാരായി അവൻ നമ്മെ കാവൽ ചെയ്യുവാനായി, നമ്മെ സംരക്ഷിക്കുവാനായി. ഹല്ലേലൂയ. അത് ആർക്കോ? രക്ഷിക്കപ്പെടാനുള്ളവർക്ക് വേണ്ടിയാ, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെടാനുള്ളവർക്ക് വേണ്ടിയാ. ദൈവത്തിനെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാ. ദൈവത്തിനെ കേൾക്കാനും വായിക്കാനും ചിന്തിപ്പാനും ധ്യാനിപ്പാനും അത് ഏറ്റുപറയാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയാ. സ്തോത്രം, സ്തോത്രം. മനുഷ്യർ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും റോമൻ 7 ന്യായപ്രമാണത്തിന് മനുഷ്യന് വിലങ്ങുണ്ട്. ആമേൻ. അധികാരമുണ്ട്, അധികാരം. ന്യായപ്രമാണം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞവർ മരിച്ചവരാണോ? ഈ ന്യായപ്രമാണം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രാസംഗികരെല്ലാം മരിച്ചവരാണോ? അത് ജീവനുള്ളവരാണോ? ആത്മീയ ജീവനുണ്ടെങ്കിലും അക്ഷരീയ ജീവനുണ്ടെങ്കിലും ന്യായപ്രമാണത്തിനോട് മേൽ അധികാരമുണ്ട്. സ്തോത്രം. ദുരൂഹതകൾ ജനത്തെ പഠിപ്പിച്ചാൽ സ്വയം നശിക്കും. ദൈവരാജ്യത്തിന് വാതിൽ അടക്കപ്പെടും. ആ വ്യക്തിക്കും അടക്കപ്പെടും, ശേഷിക്കുന്നവർക്കും അടക്കപ്പെടും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താക്കോൽ സ്വീകരിച്ച പത്രോസ് അപ്പോസ്തലന്റെ അനുകാരികളായി നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞാലുണ്ടല്ലോ, ഈ പറഞ്ഞാലുള്ള താക്കോലാണ്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 52-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഒരു ഭയങ്കര ന്യായം പറയുന്നവരാ, ഭയങ്കര ന്യായം പറയുന്നവരാ.
പക്ഷെ അവര് പറയുന്ന ന്യായം ദൈവത്തിന്റെ ന്യായമല്ല, അത് മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളാകുന്ന ന്യായമാണ്. അവരൊരു തോന്നുന്നു പറയും. അവരോട് യേശുക്രിസ്തു പറയാണ്, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് ഭാഗ്യം എന്നല്ല, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു നിങ്ങൾ എന്ത് ചെയ്തു? പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾ തന്നെ കടന്നില്ല, നിങ്ങൾ അങ്ങോട്ട് കിടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു, കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നു. അപ്പൊ ഈ പരിജ്ഞാനങ്ങൾ നമ്മൾ കേൾക്കുന്നത്, പ്രാപിക്കുന്നത് താക്കോല പ്രാപിക്കുക. Amen. Glory. ഈ പരിജ്ഞാന താക്കോല. Amen. ഇത് സ്വർഗം തുറക്കുന്ന താക്കോല, പ്രാർത്ഥനയല്ല കേട്ടോ. സ്വർഗം തുറക്കുന്ന താക്കോല് അത് വ്യാജന്മാര് പഠിപ്പിച്ചതാണ്, ദുരാത്മാവ് പഠിപ്പിച്ചതാണ്. സ്തോത്രം. പരിജ്ഞാനത്തിന്റെ താക്കോല് കൊണ്ടെല്ലാം ദൈവരാജ്യത്തിന്റെ വാതിൽ ആർക്കും തുറക്കാൻ പറ്റില്ല. Amen. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. Glory. പ്രൈസ് ദി ലോർഡ്. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. ഇതിനകത്ത് അറിയും, പ്രാർത്ഥിക്കുന്നവന് ദൈവം അറിയും, പ്രസംഗിക്കുന്നവന് ലോകം അറിയും. ഇതൊക്കെ ദുരാത്മാവിന്റെ സംസാരങ്ങളാണ്. പ്രാർത്ഥിക്കുന്നവൻ ആരും ദൈവം അറിയുന്നൊന്നുമില്ല. അറിയുന്നു മറുപടിപ്പം പറയുന്നത്, പ്രാർത്ഥിക്കുന്നവനെ അറിയില്ല. ദൈവത്തിന്റെ ന്യായപ്രമാണം കേൾക്കാതെ ചെവി അടച്ചു കളഞ്ഞ് അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവം വെറുക്കുന്നു. ആ വെറുക്കുന്നവനെ ഞാൻ സ്നേഹിച്ചാൽ എന്നെയും വെറുക്കുന്നു. ആ ദൈവം വെറുക്കുന്നവനെ ഞാൻ എന്റെ വീട്ടിൽ കൈക്കൊണ്ടാൽ എന്നെ വെറുക്കുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പൊ പ്രാർത്ഥിക്കുന്നവരെ അറിയുന്നൊന്നുമില്ല. ദൈവവചനം കേട്ട് തന്റെ തെറ്റ് ഗ്രഹിച്ച് സ്വന്തങ്ങളെ കോൽ ഓർത്ത് തന്നെത്താൻ താഴ്ത്തി ദൈവമക അന്വേഷിച്ച് ദുർമാർഗം വിട്ടു തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അറിയുന്നു, കേൾക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അവിടെ പ്രാർത്ഥനയിലേക്ക് നാം അങ്ങനെയുള്ളവരാകണം. നാം അങ്ങനെയുള്ളവരാകണം. സ്ത്രീ പുരുഷന്മാർ അങ്ങനെയുള്ളവരാകണം. തലമുറകൾ അങ്ങനെയുള്ളവരാകണം. അത് ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയാണ്. ദൈവം വിശുദ്ധനാണ്. ദൈവത്തെ സേവിക്കുന്നവർ വിശുദ്ധിയുള്ളവരായിരിക്കണം, വിശുദ്ധി പ്രാപിക്കുന്നവരായിരിക്കണം, വിശുദ്ധിക്ക് ആഗ്രഹിക്കുന്നവരായിരിക്കണം, വിശുദ്ധിക്ക് ആർത്തിയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും നമ്മൾ പാപസംബന്ധമായി മരിച്ചവരാണെന്ന് പറയും. അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ നമ്മുടെ മേൽ അധികാരമില്ലെന്ന് പറയാം. എന്ത് ചെയ്യും? പാപസംബന്ധമായി മരിച്ചെങ്കിൽ നീ തെളിവുതാ. നീ പാപസംബന്ധമായി മരിച്ചെങ്കിൽ തെളിവുതാ. നീ പാപസംബന്ധമായി മരിച്ചെങ്കിൽ നിന്റെ വായിലെ വാക്ക് എന്തായിരിക്കും? നിന്റെ പ്രാർത്ഥന എന്തായിരിക്കും? നിന്റെ വസ്ത്രധാരണം എങ്ങനെയിരിക്കും? നിന്റെ ഇടപെടൽ എങ്ങനെയിരിക്കും? നിന്റെ വായിലെ വാക്ക്, വായിൽ കൂടി വരുന്ന ദൂത് എന്തായിരിക്കും? ഭൗമികമായിരിക്കും. ഹല്ലേലൂയ. ഇനി പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാണെങ്കിൽ അവർ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നവരാണ്. ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കൂടെ ജീവിക്കുന്നവരാണ്. ന്യായപ്രമാണം എന്ന് കളഞ്ഞവരല്ല. കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം ആത്മീയമാണ്. അത് ഭൗമികമല്ല, പ്രാകൃതമല്ല, നിർമ്മലമാണല്ലോ. സ്തോത്രം. നിർമ്മലമാണ്. അവൻ നിർമ്മലമാകുന്ന, ആത്മീയമാകുന്ന, ആത്മാവാകുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഉപന്ന് കളഞ്ഞിട്ട് ഞാൻ പാപസംബന്ധമായി മരിച്ചതെന്ന് പറഞ്ഞാൽ ഇല്ല, നീ നീതി സംബന്ധമായി മരിച്ചവനാണ്. അനീതിക്ക് ദാസനാണ്, നീതിക്ക് ദാസനല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പരിജ്ഞാനങ്ങൾ, തിരിച്ചറിവുകൾ നമ്മൾ പ്രാപിക്കുകയും പ്രാപിച്ചിട്ട് പുറകോട്ട് പോയാൽ പിന്നെ നോക്കണ്ട. പ്രാപിച്ച് തുടങ്ങിയിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ദൈവരാജ്യത്തിന് കൊണ്ടാകുന്ന കർഷകനല്ല. കലപ്പയ്ക്ക് കൈ വെച്ചല്ലോ, കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞ് അതൊക്കെ എഴുതിയിട്ടുണ്ട്. അവരെ പിന്നെ സ്തോത്രം.
അതുകൊണ്ട് പ്രാപിക്കുന്നത് വരെ പ്രാപിക്കാൻ അനുവാദമുണ്ട്. പ്രാപിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കാൻ അനുവാദമുണ്ട്. വിട്ടുപോകാൻ അനുവാദമില്ല. വിട്ടുപോയാൽ ആരുടെയെങ്കിലും പേരിൽ വിട്ടുപോയാൽ അവരെ കൂടെ നിത്യനാശത്തിലേക്ക് യാത്ര ചെയ്യാം. സ്തോത്രം. ഇത് കണിശമായി കർക്കശമായി പരിജ്ഞാനം ഉപദേശ രൂപത്തിൽ നമ്മളെ ഗ്രഹിച്ച് അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമെന്ന് ഈ നാളിലും ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യത്തിൽ തിരിച്ചു വരാം. മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യരുത്. ബോധത്തിന് പാപബോധത്തിന് നിന്റെ ഹൃദയം ചായുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ എന്റെ കൽപ്പനകൾ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് നീ പാപബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു ആത്മീയ വിവേകത്തിനായി തിരുവചനത്തെ ആത്മീയമായി സ്തോത്രം തിരുവചനത്തെ ആത്മീയമായി വിവേചിപ്പാൻ തക്കവണ്ണം ശബ്ദം ഉയർത്തുന്നതെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ എന്റെ ജീവിത അനുഭവത്തിൽ ഇതൊക്കെ ഓരോരുത്തർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ചിലപ്പോ ഉയർത്തും ചില സന്ദർഭങ്ങളിൽ. അതുകൊണ്ടാണ് പഴയ ദൂഷ്യം കൂടുന്നത് സമൂഹത്തിലെ മറ്റുള്ളവരുടെ ഇടയില് പഴയ ദൂഷ്യം കൂടുന്ന കാരണം എന്നറിയാം ഈ ശബ്ദം വരുന്നതാണ്. സ്വത്ര പഴയ എന്റെ വായിൽ വരുന്ന ശബ്ദത്തിന്റെ അനന്തരഫലം എനിക്ക് എന്താണെന്നുള്ള കാര്യം ഇവർക്കറിയില്ല. ആർക്ക്? പഠിക്കുന്നവർക്കും ദുഷിക്കുന്നവർക്കും അറിയില്ല. സ്തോത്ര. കാരണം ഈ എന്റെ വായിൽ സ്വത്ര ഉപദേഷ്ടാവെന്ന എന്റെ വായിലെ വ്യക്തിത്വത്തിന്റെ വായിലെ വാക്കിന്റെ ശബ്ദം ഉയർന്നത് ആവശ്യത എന്തിനു വേണ്ടിയാണ്, അതിന്റെ അനന്തരഫലം എന്താണ് എന്ന് പഠിക്കുന്നവർക്ക് അറിയില്ല. ദുഷിക്കുന്നവർക്ക് അറിയില്ല. ഒരുപക്ഷെ എന്ത് പറയാം, വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. സ്തോത്രം. അറിഞ്ഞാല് അവർ ഭാഗ്യവാന്മാരാണ്. അറിവില്ലാത്ത വാക്കുകൊണ്ടൊന്നുമില്ല ജ്ഞാനത്തെ തുച്ഛീകരിക്കില്ല. ഇല്ലെങ്കിൽ അറിവില്ലാത്ത വിവേകമില്ലാത്ത വാക്കുകൾ കൊണ്ട് വിവേകത്തെയും ജ്ഞാനത്തെയും തുച്ഛീകരിക്കേണ്ടി വരും. തുച്ഛീകരിച്ചാൽ പിന്നെ ആരെ കൂടെ വിശ്രമിക്കേണ്ടി വരും? മൃതന്മാരെ കൂടെ അല്ല. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മൃതൻ മരണം, വൃതൻ ജീവൻ പ്രാപിച്ചു. അപ്പോൾ ആര് വൃതന്റെ കൂടെ ജീവിക്കും, ആര് മൃതന്റെ കൂടെ ജീവിക്കും? മൃത്യു അവനെ നയിക്കും. ആരാണ് മൃത്യു? മരണമാണ്. മരണം എന്താണ്? ജഡത്തിന്റെ ചിന്തയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ തിരുവചനത്തിന്റെ വിവേകാത്മകമായ ഉപദേശ രൂപങ്ങൾ ദൈവത്തിന്റെ കൃപയാലും ദൈവ സാന്നിധ്യത്താലും ഒരു വ്യക്തിയിൽ സ്പർശിക്കപ്പെടണമെങ്കിൽ, ആ വ്യക്തിയുടെ ജീവനായി മാറണമെങ്കിൽ, ആ വ്യക്തിയെ നിലനിൽക്കണമെങ്കിൽ, ആ വ്യക്തി അതിനു വേണ്ടി കൊടുത്ത വിലയും ഉയർത്തിയ ശബ്ദവും അത് മുഖാന്തരം അനന്തരഫലമായി ഉണ്ടായ പഴി, ദുഷി, നിന്ന, ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള വാക്കുകള്, ഭൂതമുണ്ടെന്നുള്ള വാക്ക്, പദപ്രയോഗങ്ങൾ, ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നതിന്റെ പുറകില് ഒരു പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. അതാണ് പറഞ്ഞത്, എന്റെ നാമനിമിത്തം എല്ലാം നിങ്ങളെ പഴിക്കും, ദുഷിക്കും, നിന്ദിക്ക് കിടക്കുന്നെന്ന് ഭൂതമെന്ന് പറയും. പക്ഷേ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വരാറുണ്ട്. നിങ്ങളുടെ തലകളെ ഉയർത്തുക. അതുകൊണ്ട് കാര്യങ്ങൾ നിസ്സാരമല്ല. ജ്ഞാനോപദേശത്തിൽ പറയുന്ന ശബ്ദം ഉയർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തണം. ശബ്ദം ഉയർത്തേണ്ട പ്രാപ്തിയിലേക്ക് എത്തിച്ചേരണം. പ്രാപ്തിയില്ലാതെ ശബ്ദം ഉയർത്തിയാൽ അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് ഇവിടെ ശബ്ദം ഉയർത്താൻ പറഞ്ഞിരിക്കുന്ന കാരണത്താലും ഉപദേഷ്ടാവ് ശബ്ദം ഉയർത്തിയതുകൊണ്ട് ജ്ഞാനം കിട്ടിയെന്ന കാരണത്താലും കേൾക്കുന്നവര് കേട്ട ഉടനെ എന്ത് ചെയ്യരുത്? ശബ്ദം ഉയർത്താൻ നിൽക്കരുത്. ശബ്ദം ഉയർത്തേണ്ട പ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക. സ്വതന്ത്രം അതുവരെ താണിരിക്കുക, അതുവരെ വിനയപ്പെട്ടിരിക്കുക. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. ദൈവത്തിന്റെ ആലോചന സമയം നിൽക്കുക, കീഴടങ്ങുക. യഹോവ നല്ലവൻ രുചിച്ചറിയുക, ഉപദേശം ചോദിച്ച് പഠിക്കുക, നടത്തുന്നവരെ കീഴ്പ്പെട്ടിരിക്കുക. സ്വതന്ത്രം. അനന്തര ഫലം വിവേകം ലഭിക്കും.
പിന്നെ ശബ്ദം ഉയർത്തി തുടങ്ങും. കരങ്ങളെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പാപബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നതെങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്ത് വന്നാലേ യഹോവ ഭക്തി ഗ്രഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഭക്തനെന്ന് നടിക്കാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയില്ല. സ്തോത്രം. യഹോവ ഭക്തി ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ അതിന് യോഗ്യമായ വിധം നമ്മുടെ മനസ്സ് തിരിച്ച് മനസ്സ് പുതുക്കി ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം എന്നത് തിരിച്ചും രുചിച്ചും ഗ്രഹിച്ചും അനുഭവിച്ചും അറിയത്തക്കവണ്ണം മനസ്സ് പുതുക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന വചനപ്രകാരം എനിക്ക് മനസ്സ് പുതുക്കാൻ കഴിയില്ല, എന്നെ സഹായിക്കണം. ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ദൈവം സഹായിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അവരവർ പ്രദേശിയെ പറക്കുന്ന കൂടാരങ്ങളിൽ ഇങ്ങനെ അമർന്നിരുന്ന സഹായം കിട്ടില്ല. സഹായിക്കുന്നവരെ സഹോദര പ്രീതി ഉണ്ടെങ്കിൽ സഹായം ലഭിക്കും. സഹോദര പ്രീതി ഇല്ലെങ്കിൽ സഹായം കിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ആ പ്രാർത്ഥന കേൾക്കില്ല. സഹോദര പ്രീതിയുണ്ടോ പ്രാർത്ഥന കേൾക്കും. സഹോദരങ്ങളിൽ കൂടി സഹായം ലഭിക്കും. ദൈവപരിജ്ഞാനം കണ്ടെത്തി ആ പരിജ്ഞാനം താക്കോല് കേൾക്കുന്നുണ്ടോ? ആ പരിജ്ഞാനം താക്കോൽ. ഇതൊക്കെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്, ദൂതുകളാണ്. സ്തോത്രം. എന്തെങ്കിലും വിടുവ പറഞ്ഞിട്ട് ഇതാ ദൂത് എന്ന് പറയരുത്. ഇത് പറയുന്ന ഓരോ വാക്കും ദൂതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദൂത് പറയേണ്ടി വരാത്തത്. പറയുന്ന വെളിപ്പെടുന്ന ഓരോ വാക്കും ദൂതാണ്. ആർക്ക്? നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കടക്കം നിങ്ങൾക്കും ഇത് ദൂതുകളാണ്. ആമേ സ്തോത്ര. ദൂത സംരക്ഷണമാണ്. ഹല്ലേലൂയ. ദൂത സംഘമാണ്. സ്തോത്രം, സ്തോത്രം. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. യഹോവയുടെ വായിൽ നിന്ന് പരിജ്ഞാനവും വരുന്നു. ദൈവവചനത്തെ ആത്മീയമായി വിവേചിക്കേണ്ട വിവേകവും വരുന്നു. അവൾ ഭൗതികമായി വചനത്തെ ഭൗതികമായി വിവേചിക്കുന്ന വിവേകം എവിടെ വരുന്നു? അത് യഹോവയുടെ വായിൽ നിന്ന് വരണമില്ല. അത് ഇരുട്ടിന്റെ വ്യാപാര ശക്തിയാണ്. അത് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളാണ്. അതിനെല്ലാം നമ്മൾ ഉമന്ന് തുപ്പിക്കളഞ്ഞ് യഹോവയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വരുന്ന വിവേകത്തെയും പരിജ്ഞാനത്തെയും നമ്മൾ കേൾക്കണം. അതിനുവേണ്ടി നമ്മൾ വേർതിരിക്കപ്പെടണം, സമർപ്പിക്കപ്പെടണം, പണിയപ്പെടണം. അതിനായി ദൈവം നമുക്ക് ഒരുക്കുന്ന അവസരമാണ്. ഹല്ലേലൂയ. അതിനെ ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണ്. സ്തോത്രം, സ്തോത്രം. പല പ്രാവശ്യങ്ങൾ വാക്യങ്ങൾ വായിച്ചിട്ടുള്ളതാണെങ്കിൽ വീണ്ടും വീണ്ടും പല വചനങ്ങളും കൂടെ ഇതിനോട് ചേർന്ന് വരുമ്പോൾ നമുക്കിത് എന്തായി മാറുന്നു? നമുക്ക് പുതിയ മന്നയായി മാറും. സ്തോത്ര. പുത്തൻ വീഞ്ഞായി മാറും. ഹല്ലേലൂയ. തെളിച്ചെടുത്ത വീഞ്ഞായി തിരിച്ചറിവായി മാറും. പരിജ്ഞാനത്തിന് ശ്രേഷ്ഠതയായി മാറും. സ്തോത്രം. കേൾക്കുന്നവർക്കത് ആത്മീയ വർധനവായി മാറുവാൻ, ജാഗ്രതയായി മാറുവാൻ, സംരക്ഷണമായി മാറുവാൻ, അഹങ്കരിക്കുന്നവരുടെ മേൽ അതൊരു ഭാരമായി മാറുവാൻ, അത് കഠിനമായി മാറുവാൻ, അതൊരു തടങ്കൽ പാറയും ഇടർച്ച കല്ലുമായി മാറുവാൻ, മാത്രമല്ല കണിയും കുരുക്കുമായി മാറുവാൻ ദൈവം ആ വചനത്തെ തന്നെ നിയോഗിച്ചു. അതുകൊണ്ട് വചനത്തോട് മത്സരിച്ചാൽ അത് കെണിയും കുരുക്കുമായി മാറും. വചനത്തെ കേട്ടനുസരിച്ചാൽ അത് സംരക്ഷണമായി മാറും. അതിനായി നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ താഴ്ത്താം, നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഈ മാസത്തിന്റെ ആരംഭം മുതൽ ഈ ദിവസം വരെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട വചനങ്ങൾ, വായിച്ച വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആത്മീയ ചൈതന്യം വരുത്തിയിട്ടുണ്ട്, എത്രത്തോളം പാപബോധമുണ്ടായിട്ടുണ്ട്, എത്രത്തോളം പാപത്തെ കുറിച്ച് പരിജ്ഞാനമുണ്ടായിട്ടുണ്ട്. ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ നമ്മൾ ശേഷിച്ചിരിക്കുന്നു, അത്രയും നാളിൽ നാം
ആത്മീയ പരിജ്ഞാനത്തിൽ വളരുക. ആത്മീയ പരിജ്ഞാനത്തിൽ നമ്മുടെ അന്തരംഗം ഉണരുക. ആത്മീയ പരിജ്ഞാനത്തിൽ നമ്മുടെ അന്തരംഗം പിടച്ച് വികസിക്കുക. അതിനെതിരായി നിൽക്കുന്ന എല്ലാ ദുഷ്ടതയുടെ വ്യാപാരങ്ങൾ, എല്ലാ ആഭിചാരങ്ങൾ, എല്ലാ പകയും പിണക്കവും ജാരശങ്കയും ക്രോധവും എല്ലാ ഉന്മൂലനാശമായി മാറുക. ഉന്മൂലനാശമായി മാറുക. ദൈവ ശക്തി മാത്രം ഉയർന്നു നിൽക്കുക. ദൈവ സാന്നിധ്യം മാത്രം ഉയർന്നു നിൽക്കുവാൻ ആമേൻ. നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കപ്പെട്ട വചനം എല്ലാവർക്കും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരിക. അത് മറക്കാതെ ഓർത്താൽ, ഓർമ്മയുള്ളവരോട് അന്വേഷിച്ച് കേട്ടാൽ എത്രത്തോളം ഗ്രഹിക്കാൻ പ്രാപ്തി തരും. പ്രാപ്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. അതിനായി നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരവർ പാർക്കുന്ന വീടുകളിൽ, അവരവർ യാത്ര ചെയ്യുന്ന മേഖലകളിൽ, അവരവരുടെ ഉപജീവന മേഖലകളിൽ ഒക്കെ ഇരുട്ടിന്റെ നിഷ്ഫലപ്രവൃത്തി ഉണ്ടായിരിക്കാം. പക്ഷേ കേൾപ്പിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ബുദ്ധി മണ്ഡലങ്ങളിൽ അത് പ്രകാശിക്കപ്പെടുകയും അത് നിങ്ങൾ നോക്കുന്ന നോട്ടത്തിൽ തന്നെ ഈ വചനത്തിന്റെ ചിന്തയോടുകൂടെ കണ്ണുകളിൽ കൂടെ ഈ ശക്തി വ്യാപരിക്കപ്പെടുവാൻ, അവയെ വായി തുറക്കുമ്പോൾ ഈ വചനത്തിന്റെ സാന്നിധ്യം പുറപ്പെടുവാൻ, അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന അന്തരീക്ഷങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളും, എല്ലാ അനർത്ഥങ്ങളും, അപകട മേഖലകൾക്കൊത്തവണ്ണം ലോകത്തിലെ ശക്തി പ്രതിയോഗം ഒരുക്കുന്ന സകല ഒരുക്കങ്ങളെയും ഉന്മൂലനാശമാക്കിക്കൊണ്ട് വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം, വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റുമെന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ എന്റെ ജീവിതത്തിലും ഏറ്റെടുക്കപ്പെട്ടതായ ദൈവ പ്രവൃത്തികളുടെ സ്തോത്രം ചെയ്ത് നിയോഗത്താൽ, അന്യ ഭാഷയാൽ, ആത്മീയ പരിപാടിയാൽ, ആത്മീയ നിയോഗത്താൽ ഇല്ലാത്ത ഗൗരവത്താൽ പരിജ്ഞാനത്തിന്റെ വചനങ്ങൾ വെളിപ്പെടുക, മറഞ്ഞിരിക്കുന്ന സത്യം വെളിപ്പെട്ടുവരിക, ആ സത്യം നമ്മെ സ്വന്തമാക്കുക. സത്യം അറിഞ്ഞു എന്നുള്ള അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉന്മൂലനാശമായി മാറണം, ഉന്മൂലമായി നശിക്കണം. സത്യം അറിഞ്ഞു എന്നുള്ള അഹങ്കാരം അത് ഉന്മൂലനാശമായി നശിക്കണം, ഇല്ലായ്മയാണ്. സത്യം അറിയണം, സത്യം അറിഞ്ഞു തുടങ്ങണം, സത്യം അറിഞ്ഞു കൊണ്ടേയിരിക്കണം. അതിനായി നമുക്കെല്ലാവർക്കും സമർപ്പിച്ചു ഭാവിക്കുന്ന മീനെ ഭാവിച്ചുയരുന്ന വാക്കുകളെ, ചിന്തകളെ, വിശ്വാസങ്ങളെ
ഇത് മുഖാന്തരം ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി, ആമേൻ, ആഭിചാര ശക്തി, സോദരൻ, ഈ ലോകത്തിന്റെ പ്രഭു, ഇരുട്ടിന്റെ വിപ്ലവ പ്രവർത്തികൾ നമ്മിൽ പലരെയും ബന്ധിച്ചിട്ടുണ്ട്. ആ ബന്ധനങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് അഴിയണം, സ്വതന്ത്രമായി മാറണം. ആ ബന്ധനം അഴിഞ്ഞ മാത്രം പോരാ, അത് ഉന്മൂലമായി നശിക്കണം. ദൈവത്തിന്റെ ഉപദേശ രൂപം മാത്രം വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ ഉപദേശ രൂപം മാത്രം തല ഉയർത്തണം. അതിനായി നമ്മൾ സാക്ഷിയാണ്. അതിനായി നമുക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇതൊരു ഇളക്കമാകരുത്, ഇതൊരു ഇളക്കം മാത്രമാകരുത്. ആത്മീയ അറിവായി മാറണം, ആത്മീയ ദർശനമായി മാറണം, ആത്മീയ ഉൾക്കരുത്തായി മാറണം. ഇളക്കം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ, എന്നാൽ ഉൾക്കരുത്തോ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവണം. ധൈര്യം പ്രാപിക്കണം, ഉൾക്കരുത്ത് പ്രാപിക്കണം, ബലം പ്രാപിക്കണം. കർത്തൃസന്നിധിയിൽ ജാഗ്രതയുള്ളവരായി മാറണം. അതിനായി പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധവാന്മാരായി ആ ബോധത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിശ്ചയമായി പരിശുദ്ധാത്മാവ് നമ്മെ ഉപേക്ഷിക്കില്ല, നമ്മെ കൈവിടില്ല. പരിശുദ്ധാത്മ ഉപേക്ഷിക്കാതെ കൈവിടാതെ ഇരുന്നാൽ ക്രിസ്തുവും നമ്മെ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. ക്രിസ്തുവും നമ്മെ ഉപേക്ഷിക്കാതെ കൈവിടാതിരുന്നാൽ പിതാവായ ദൈവവും നമ്മെ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. അങ്ങനെ സമ്മതിപ്പാൻ നമുക്ക് എല്ലാവർക്കും ജാഗ്രത കാണിക്കാം. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ആത്മീയ ഉപദേശ രൂപരേഖകളിലേക്ക് ശേഷിക്കുന്നവര് മടങ്ങി വരണം. മടങ്ങി വരാത്തവരെ ബുദ്ധിയുപദേശിക്കണം, പ്രബോധനം കൊടുക്കണം. ആമൻ അഹങ്കരിക്കുന്നുവെങ്കിൽ, മരത്ത് മത്സരിക്കുന്നുവെങ്കിൽ അവർ ദൈവത്തോട് മരത്ത് മത്സരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് അവരവർ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധി വിനയപ്പെടും. അതിനായി നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം, കലങ്ങടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യാജീവനാധാരമായ ഉപദേശ രൂപങ്ങളെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധവൽക്കരിച്ചു ആമയെ വെളിപ്പെടുത്തി അങ്ങനെ മാറ്റമില്ലാത്ത മഹാസ്നേഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത്, ദയയെ ഓർത്ത് അടിയങ്ങളത്തിനെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസത്തിൽ തിരുവചനത്തിന്റെ പ്രകാശനത്തിലായിരിക്കും. ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. ശേഷിക്കുന്ന സമയം കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ, വിദ്യാഭ്യാസത്തിലെ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, സകല വിഷയത്തിലും മുൻപേ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കത്തക്കതായ പരിജ്ഞാനത്തിൽ അടിയങ്ങൾ നിലനിൽക്കത്തക്കതായ പ്രാർത്ഥനകൾക്കായി അടിയങ്ങളത്തിനെ സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.